ഇപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പരിശുദ്ധം കറി മസാല കൂട്ടിന്റെ പാചക റാണിയെ തിരഞ്ഞെടുക്കുന്ന ആ അസുലഭ നിമിഷമാണ്. ആരായിരിക്കും ആ ഭാഗ്യവതി? 10 ലക്ഷം രൂപ സ്വന്തമാക്കുന്നത് ആരായിരിക്കും? കുടുംബശ്രീ ശാരദയോ അതോ സത്യഭാമയോ? ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. അവരവർ തിരഞ്ഞെടുത്തുണ്ടാക്കിയ ഭക്ഷണങ്ങൾ അവരവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് അന്തിമ വിജയം ആർക്കാണെന്ന് രേഖാ മേഡം പ്രഖ്യാപിക്കുന്നത്. KPT ഗ്രൂപ്പിന്റെ ചെയർമാൻ സാബു വർഗീസ് സാറിന് എന്താണ് ഈ സന്തോഷ നിമിഷത്തിൽ പറയാനുള്ളത്? സർ, പ്ലീസ്. രണ്ടുപേരും വളരെ ഉജ്ജ്വലമായ പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആരാണ് വിജയി എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് KPT ഗ്രൂപ്പ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പരിശുദ്ധം കറിമസാലക്കൂട്ടിന് ആരംഭം കുറിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഒപ്പം വിജയിയെ പ്രഖ്യാപിക്കാനായി മുഖ്യ വിശിഷ്ട അതിഥിയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന രേഖാ മാഡത്തെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. രണ്ട് ടീമുകളും കടുത്ത മത്സരം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇരുവരിൽ നിന്നും ഒരു വിജയിയെ കണ്ടെത്താൻ പ്രയാസമാണെങ്കിലും കിട്ടിയിരിക്കുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് പ്രഖ്യാപിക്കുകയാണ്. കുടുംബശ്രീ ശാരദയ്ക്ക് കിട്ടിയിരിക്കുന്നത് 6 പോയിന്റാണ്. എന്നാൽ സത്യഭാമ 2 പോയിന്റ്സും കൂടി കൂടുതൽ വാങ്ങി 8 പോയിന്റ്സോടുകൂടി ഈ മത്സരം വിജയിച്ചിരിക്കുന്നു.